ഹലോ നമസ്കാരമുണ്ട്. നമ്മുടെ ഡേ ഇൻ ഡെയിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ? നമ്മൾ ഉണക്കമുളകില്ലേ, അത് ചുട്ട് അരച്ച ചിക്കൻ ഇസ്റ്റു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ, കാരണം നമ്മൾ ഈ ചിക്കൻ ഇഷ്ടമല്ല വയ്ക്കുന്നത്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ തേങ്ങയുടെ പാലെടുക്കണം, തേങ്ങാപ്പാൽ, വെളുത്തുള്ളി, ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് അറിയോ? ചുമന്ന മുളക്. ഇത് നമ്മളെന്താ വെച്ചാൽ ചുട്ടിട്ട് അരച്ചെടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ ആ തേങ്ങ എടുത്തിട്ടില്ല, ആ തേങ്ങ കൊണ്ട് തേങ്ങാപ്പാൽ എടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും വേണം. നമ്മളെന്താ വെച്ചാൽ ആദ്യം 2-ാം പാലിലിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് അല്ല ഈ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് അത് ചെയ്യണം. പിന്നെ നമ്മളെന്താ വെച്ചാൽ ആ ചുമന്ന മുളക് ഉണ്ടല്ലോ, അത് നമ്മൾ ചുട്ടിട്ട് നല്ല അരച്ച് പേസ്റ്റ് മാറ്റിയിരിക്കണം. അത് നമുക്കത് ആദ്യം ചെയ്താലോ? ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ അല്ലേ, ഇതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് നമുക്കത് അരിഞ്ഞെടുക്കാം. നമുക്കപ്പോൾ അരിഞ്ഞിട്ട് തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ മുളക് മുഴുവൻ ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ മുളക് നമ്മൾ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എന്താക്കണം, മിക്സിയിലിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് മാതിരി അരച്ചെടുക്കണം. അപ്പോൾ ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ, പൊടിയായിട്ട്. നമ്മളിതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്കിന്ന് ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നമ്മളതിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആ വെട്ടി വെച്ച ചിക്കല്ലേ, അത് നമ്മളിതിലേക്ക് നന്നായിട്ട് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കണം, ഈ ചിക്കൻ തന്നെ നമ്മൾ 2 സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടേ ആയിരിക്കും നമ്മൾ ആദ്യം നമ്മൾ ആ വെട്ടി വെച്ചതില്ലേ ഇഞ്ചി, അത് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കുക.
മൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് എന്താ നമ്മൾ അടുത്ത് വെച്ച വെളുത്തുള്ളിയില്ലേ അത് ഇതിലേക്ക് ഇടുക. ഇത് നമുക്ക് നല്ലൊന്ന് ഇതാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചി ഇതൊന്ന് മൂത്തും നല്ലൊന്ന് മൂക്കണ്ട കേട്ടോ. അതിലേക്ക് ഒന്നിങ്ങനെ ആ പച്ചമണം പോയാൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെന്താണ്ട് നമ്മൾ ആ വെട്ടി വെച്ച ഇതില്ലേ സവാളില്ലേ അത് നമ്മൾ ഇതിലേക്ക് ഇടണം. നമ്മളിതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കേട്ടോ. നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളെ ചുട്ട മുളക് നമ്മളെ പേസ്റ്റ് മാതിരിയാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. അതിന്ന് നമുക്ക് ഇതിലേക്ക് ഇടണം. ഓക്കെ, നമുക്ക് ആ മുളക് പേസ്റ്റ് ഇതിലേക്ക് ഇടാം അല്ലേ. ഇത് നമ്മൾ അരച്ച് വെച്ചാട്ടോ. അതാ കണ്ടോ, മുളകിൻ്റെ പേസ്റ്റാണ്. അത് നമുക്ക് ഇതിരിക്കിടാം. ഇത് നമ്മൾ നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കാരണം ഈ ചുട്ട മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ ആ ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ മിക്സ് ചെയ്തില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മളിതിലേക്ക് നമ്മൾ തേങ്ങ പാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒരു തേങ്ങ നമ്മൾ തേങ്ങാപ്പാലാക്കി വെച്ചിട്ടുണ്ട്. അതിലത്തെ രണ്ടാം പാല് നമ്മൾ ആദ്യം ഇതിലൊഴിക്കണം. എന്നിട്ടൊന്ന് നമ്മളത് തിളപ്പിക്കണം. നമുക്ക് രണ്ടാം പാല് ഇതിലേക്ക് വെച്ചാലോ. അപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടോ. അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിരുന്നു. കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം.
കേട്ടോ, റെഡിയായി. ഇനി നമ്മളേക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ആ 1-ാം പാലില്ലേ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ വെട്ടി വെച്ച പച്ചമുളകില്ലേ അതും, കുറച്ച് കരിവേപ്പിലയും നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. കണ്ട നമ്മുടെ ചിക്കൻ ഇസ്റ്റു റെഡിയായി. നമ്മളെന്താ വെച്ചാൽ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാൽ ആ ഉണക്കമുളകൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് സ്പൈസിയാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഇസ്റ്റു റെഡി ആയിട്ടോ. നമ്മുടെ ചിക്കൻ ഇസ്റ്റു റെഡി ആയിട്ടുണ്ട്. അയ്യോ എന്ത് രസം നോക്കി, നമ്മുടെ ചിക്കൻ ഇസ്റ്റു. അയ്യോ സൂപ്പർ ഉണ്ടാ. അപ്പൊ നമ്മുടെ ചിക്കൻ ഇസ്റ്റു റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചു നോക്കിയാലോ, കഴിച്ചു നോക്കാം. അയ്യോ കാണാൻ തന്നെ എന്ത് രസം നോക്കി. നമ്മൾ പൊറോട്ട ഉണ്ട്, ചിക്കൻ ഇഷ്ടം. കഴിച്ചോക്കട്ടെ, പൊറോട്ടയും ചിക്കൻ ഇഷ്ടം. അടിപൊളി കേട്ടോ. ആ മുളക്, ചുട്ട മുളകില്ലേ, അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ വേണം. എന്ത് രസമാണ്. അടിപൊളിയായിട്ടുണ്ട്. ആ ചിക്കൻ്റെ ഫ്ലേവറും അതിൻ്റെ ആ തേങ്ങാപ്പാലിൻ്റെയും പിന്നെ ആ ചുട്ട മുളകില്ലേ അതിൻ്റെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു. സൂപ്പർ ആയിട്ട്. അടിപൊളി, നല്ല സുണ്ട് അല്ലേ, നല്ല സുണ്ട്.